22 ഫീമെയിൽ കോട്ടയം കഴിഞ്ഞിട്ട് റിമയ്ക്ക് വന്നിട്ടുള്ളൊരു മാറ്റമുണ്ട്. അയ്യോ എൻ്റെ അമ്മ, ആ മൂവി എന്നെ ഭാഗം മൊത്തം വേറൊരു തലത്തിലേക്ക് ആസ് എ ഹ്യൂമൻ ബീങ്, ആസ് എ വുമൺ ഒക്കെ എന്നെ ഭയങ്കരമായി ചേഞ്ച് ചെയ്തിട്ടുണ്ട്. അത് കഴിഞ്ഞു. പക്ഷെ ഇപ്പോഴും ഞാൻ ബിൽഡ് ചെയ്ത ഈ സ്പേസ് ഞാൻ ഇതിലൂടെ കടന്നു പോയില്ലായിരുന്നെങ്കിൽ എനിക്ക് ഉണ്ടാവില്ലായിരുന്നു. എനിക്ക് ഇങ്ങനെ എക്സിസ്റ്റ് ചെയ്യാൻ അറിയുള്ളൂ, അല്ലെങ്കിൽ ഞാൻ ഭയങ്കര ഫേക്ക് ആവേണ്ടി വരും. സത്യത്തിൽ നിങ്ങൾ ആരാ? നിങ്ങളല്ലേ പറഞ്ഞ അക്കാഡമിക് ആയിട്ട് സംസാരിക്കണത്? ഇത് കാണിക്കുമ്പോൾ ഒരു കടിക്കുന്ന ജീവിയാണെന്ന് മനസ്സിലാവുന്നുണ്ട്. പക്ഷെ എല്ലാ സമയത്തും ഈ ജീവി കടിക്കില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. നിങ്ങൾ സോഫ്റ്റായിട്ട്, ഭയങ്കര സോഫ്റ്റായിട്ട് ഉപയോഗിക്കുന്ന ഒരു സ്പേസിൽ ഇനിയും നിങ്ങൾ എക്സ്പ്ലോർ ചെയ്യപ്പെടണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്. എനിക്ക് നിങ്ങളുടെ ഉള്ളിൽ അതുണ്ട്. Of course, and I'm waiting. I mean, I really hope. നമ്മളിത് ഈ പുറത്ത് കാണിക്കുന്നത് ഒരു ഫ്രണ്ട് ആണല്ലോ, ഒരു ഗാർഡും കൂടിയാണല്ലോ. ആൻഡ് നമ്മളെല്ലാവരും സെക്ഷൽ ബീയിങ്സ് ആണല്ലോ. അതിൽ ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഇല്ല. അറിവുള്ളത് പറയണ കേൾക്കണം കേട്ടോ. ഈ അറിവുകളൊക്കെ നിങ്ങൾ ശേഖരിച്ച് വെക്കണം, എന്നിട്ട് ഇതൊക്കെ പ്രയോഗത്തിൽ വരുത്തണം. ഇല്ലെങ്കിൽ ഒറ്റപ്പെട്ട തുരുത്തുകളിൽ ജീവിക്കേണ്ടി വരും. അവള് ജീവിതം മറന്നല്ല, നമ്മൾ സാക്രിഫൈസ് ചെയ്യല്ല ചെയ്യുന്നത്, എക്സ്പ്ലോറേഷൻ ആണ്. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സ്പേസ് അതാണ്. സജിന്റെ എഴുത്ത് ഏറ്റവും ബെസ്റ്റ് ആയിട്ട് പ്രവർത്തിച്ചിരിക്കുന്ന അവിടെ. അത് അമ്മേനെ കൊണ്ട് പറയിപ്പിക്കുക വരെ ചെയ്തിട്ടുണ്ട്. നമുക്ക് നമ്മുടേതായ നീഡ്സ് ഉണ്ട്. അതും ഭയങ്കര ഇമ്പോർട്ടന്റ്. ഏറ്റവും അറിയാവുന്ന ദൈവങ്ങളാണ് നമ്മളെ അറിയുന്ന ദൈവങ്ങൾ എന്നാണ് എഴുത്ത്. അത് സൂപ്പർ ഡയലോഗ്.